ആദ്യം തന്നെ പറയട്ടെ, നെവിൻ ക്യാപ്റ്റൻസിയിൽ വന്നിട്ട് ഒരു വലിയ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഞാൻ കാണുന്നുണ്ട്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു പോയിന്റ് ഉണ്ട്. അത് തുടക്കം തൊട്ടേ നെവിന് കിട്ടിയ ഒരു തിരിച്ചടിയായിരുന്നു. അതായത് കൂടുതൽ സാധനങ്ങൾ കട്ടെടുക്കുന്നത് നെവിനായിരുന്നു, എസ്പെഷ്യലി കിച്ചണിൽ നിന്ന് കട്ടെടുക്കുന്നത് നെവിനായിരുന്നു. പിന്നെ അനുമോൾ ഏറ്റവും കൂടുതലും ആരോപിച്ച ഷുഗർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നെവിനായിരുന്നു. ഇവർക്ക് ഷുഗർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും റേഷനാണ്. ഈ പറയുന്ന റേഷൻ ഇത്രത്തോളം കട്ടെടുത്ത് യൂസ് ചെയ്യുന്നതിന്റെ പേരിലാണ് അനുമോൾ ഏറ്റവും കൂടുതൽ നെവിനുമായിട്ട് വഴക്കടിച്ചത്. ആ സമയത്ത് നെവിൻ സത്യത്തിൽ പെരുമാറിയത് വളരെയധികം ചൈൽഡിഷ് ആയിട്ടും ഇമ്മച്ചുർ ആയിട്ടുമാണ്. എന്നാൽ നെവിൻ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. അത് അത്രയും ഒരു എന്താ പറയാ, ഭയങ്കര മെച്ചുവർ ആയിട്ട് ഭയങ്കര പക്വതയിലാണ് നെവിൻ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിനെ നോക്കി കാണുന്നതും അതുപോലെ തന്നെ മറ്റു ടീമുകളെ തരം തിരിക്കുന്നതും. നമുക്ക് വേഗം തന്നെ നെവിൻ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു ടീമുകൾ എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ വേഗം പറയാം. അതായത് ഏറ്റവും ആദ്യം തന്നെ കിച്ചൺ ടീമിലേക്കാണ് വന്നത്. കിച്ചൺ ടീമിൽ അനുമോൾ വരുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിരുന്നു. കാരണം കിച്ചൺ ടീമിലേക്ക് അനുമോളെ ഒന്നും ഇടത്തില്ല, അനുമോളെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞ നെവിൻ കിച്ചൺ ടീമിലേക്ക് വേദലക്ഷ്മിയെ ആദ്യം വിളിച്ചു വരുത്തിയിട്ട് പിന്നെ വിളിച്ചത് അനുമോളെയാണ്. കാരണം ഏറ്റവും നന്നായിട്ട് കിച്ചണിൽ അന്ന് കുക്ക് ചെയ്തതൊക്കെ അനുമോളാണ്. അപ്പോൾ കിച്ചൺ ടീമിൽ ലക്ഷ്മിയുണ്ട്, അനുമോളുണ്ട്, ജിഷിനുണ്ട്, പ്രവീണുണ്ട്, ആദിലയുണ്ട്. അപ്പം അനുമോൾക്ക് ഒരു ടീം അവിടെ ഉണ്ട്. പിന്നെ പ്രവീണിന് അനുമോളെ നല്ല താല്പര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വേദലക്ഷ്മിയും അനുമോളും ആണ് എന്ന് കണ്ടപ്പോൾ തന്നെ ആര്യൻ വിളിച്ചു പറയുന്നുണ്ട് ഉറപ്പിച്ചോ അടി ഉണ്ടാകും എന്നാണ്. പിന്നെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വേദലക്ഷ്മിയാണ്. പെട്ടെന്ന് തന്നെ വിസൽ ടീമിന്റെ ഒക്കെ വന്നിട്ടുണ്ട്. വെസൽ ടീമിൽ ബിന്നി, അക്ബർ, സാബുമാൻ, മസ്താനി ഇതൊക്കെയാണ് വെസൽ ടീം. ഇതിലേക്ക് അപ്പാനി ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അപ്പാനി പറയുന്നുണ്ട് ഫ്ലോർ വേണം എന്ന്. സോ അപ്പാനി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ കിച്ചൺ ടീമും വെസൽ ടീമും അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും പേരും, ഈ കിച്ചൺ ടീമിലെയും വെസൽ ടീമിലെയും ആൾക്കാരെ നിങ്ങൾ ഓർത്തു വെച്ചോ, അടുത്തൊരാഴ്ചയിലേക്ക് വഴക്കുണ്ടാകാൻ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും. പിന്നെ ഫ്ലോർ ടീമിലേക്ക് വന്നാൽ അപ്പാനി, ഷാനവാസ്, അനീഷ്, അഭിലാഷ്. ഇതിൽ നമ്മുടെ അനീഷിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട്. അനീഷ് ഷാനവാസ് കോംബോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ആഴ്ച ഏറ്റവും നല്ലൊരു ദിവസങ്ങളായിരിക്കും. പിന്നെ റെനയും അനുമോളും തമ്മിൽ ഇതിന്റെ ഇടയിൽ ചെറിയൊരു വഴക്കുണ്ടാകുന്നുണ്ട്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് വളരെ തുച്ഛം നിസ്സാരം റീസൺ ആണ്. ഒനീലിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ, അതായത് കക്കൂസ് ടീമിലേക്ക് വരുമ്പോഴത്തേക്ക് ഒനീലിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും റെന ഫാത്തിമ ഒനീൽ ചേട്ടനാണല്ലോ ഇപ്പോഴും ക്യാപ്റ്റൻ എന്ന് കയറി പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ കയറി തർക്കിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ക്ലാഷ് അവിടെ ഉണ്ടായി. പക്ഷെ ഒരുപാട് വലിയൊരു വഴക്കിലേക്ക് അത് പോയില്ല. ഇനി അടുത്ത ബാത്റൂമിന്റെ ആ ഒരു ടീമിലേക്ക് വരുവാണെങ്കിൽ ഒനീൽ ക്യാപ്റ്റനാണ്. പിന്നെ ജിസേല്, ശൈത്യ, റെന, ആര്യൻ. ഇവിടെ ആര്യനാണ് ഏറ്റവും കൂടുതലും ഇപ്പൊ വീണ്ടും ആ ചളിയൊക്കെ അടിച്ചിരിക്കുന്നത്. പിന്നെ ആര്യനോട് നെവിൻ എടുത്തു പറയുന്നുണ്ട്, ദിവസം 2 നേരം എപ്പോഴെങ്കിലും വന്ന് ക്ലീൻ ചെയ്തിട്ട് പോയാൽ പറ്റില്ല. പകരം ആര്യനെ തന്നെ എണീപ്പിച്ച് നിർത്തി പറയുന്നുണ്ട് ബാത്റൂം എല്ലാം ഇപ്പോഴും വൃത്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാരെ അവിടെ നിർത്തുന്നത്. 21 പേര് യൂസ് ചെയ്യുന്ന ഈ ബാത്റൂം വൃത്തിയായിരിക്കണം. ആ കൂടി 2 വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ അവിടെ ഉള്ളൂ. അപ്പൊ ഇത്രയും പേര് യൂസ് ചെയ്യുന്നത് എല്ലാം ഇപ്പോഴും വൃത്തിയായിരിക്കണം ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി കിച്ചന്റെ കാര്യത്തിൽ കുറച്ചധികം കോൺഷ്യസ് ആയിട്ട് നമ്മുടെ നെവിൻ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം നെവിൻ കിച്ചൺ അങ്ങേയറ്റം മോശമായിട്ട് കണ്ട് ഏത് നേരവും കട്ടെടുത്ത് ഏത് നേരവും ഭയങ്കര നെഗറ്റീവായിട്ട് ഒരു ആംബിയൻസ് കൊണ്ടുവന്ന ഇതുവരെയുള്ള 5 വീക്കുകളിൽ ഏറ്റവും കൂടുതലും പ്രശ്നം നടന്ന ഒരു സ്ഥലമാണ് കിച്ചൺ. അതുകൊണ്ട് തന്നെ അത് വേദലക്ഷ്മിയെ മനഃപൂർവ്വമാണ് നെവിൻ ഏൽപ്പിച്ചതെന്ന് മനസ്സിലായി. ഇനി കിച്ചണിലേക്ക് വേദലക്ഷ്മിയും കുറേയധികം കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഈ കളികളെല്ലാം പുറത്തു നിന്ന് കണ്ട ഒരു വ്യക്തിയാണ് വേദലക്ഷ്മി. പക്ഷെ അവിടെ നെവിൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ കിച്ചൺ ഒരു ക്ലോസ്ഡ് കിച്ചൺ അല്ല, ഓപ്പൺ കിച്ചൺ ആണ്. അവിടേക്ക് ആർക്കും വരാം, വെള്ളം ചൂടാക്കാം, ചായ ഇടാം. പക്ഷെ ചായ ഇടുമ്പോൾ തേയില നമുക്ക് ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും തേയില എത്ര വേണമെങ്കിലും യൂസ് ചെയ്തോട്ടെ. പക്ഷേ അവിടെ പഞ്ചസാര നമുക്ക് റേഷനാണ്, അത് കുറവാണ്. 1 സ്പൂൺ വെച്ചൊക്കെ നമുക്ക് കൊടുക്കാനുള്ള അവകാശം ഉള്ളൂ എന്ന് ഇത് പറയുന്നത് നെവിൻ. കേട്ടോണ്ടിരിക്കുന്നത് അനുമോൾ ഒന്നും പറയുന്നില്ല. ഈ ഒരു കാര്യം അവിടെ അനുമോൾക്ക് വേണമെങ്കിൽ ഉന്നയിക്കാമായിരുന്നു, നെവിൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഉന്നയിക്കാമായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ ഒരു സീൻ ഉണ്ടാകുന്നില്ല. പിന്നെ നെവിൻ അതിനുശേഷം ഈ പറയുന്ന അവിടെ വന്ന് ബഹളം വെച്ച് തുപ്പൽ തെറിപ്പിക്കരുത് എന്നൊക്കെ ജിഷിൻ ഉൾപ്പെടെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ വേദലക്ഷ്മി അതൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. വേദലക്ഷ്മി നന്നായിട്ട് കളി കണ്ടിട്ട് ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചു വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു ഫ്രിഡ്ജിന്റെ ഫ്രീസർ ആരും യൂസ് ചെയ്യുന്നില്ല, താൻ അത് യൂസ് ചെയ്യും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കിച്ചൺ ടീമും അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവരെല്ലാവരും കൊടുത്തിട്ടുള്ളത്. അത് വേദലക്ഷ്മി ഇനി എങ്ങനെയാണ് അതൊരു ഗെയിമിലേക്ക് എത്തിക്കുന്നത്, പിന്നെ അനുമോളും വേദലക്ഷ്മിയും തമ്മിൽ ഒരു ഫൈറ്റിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അത്തരത്തിലൊരു താല്പര്യം വേദലക്ഷ്മിക്ക് ഇല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ആര്യൻ ഇവർ തമ്മിൽ ഒന്നിച്ചാണ് ഒരു ടീമിലെന്ന് അറിയുമ്പോൾ തന്നെ ആര്യൻ ഇവർ തമ്മിൽ വഴക്കാകും എന്ന് പറയുമ്പോൾ വേദലക്ഷ്മി ഞാൻ അനുമോളുമായിട്ട് വഴക്കുണ്ടാകുമോ, അതിനൊരു ചാൻസ് ഇല്ലാത്തതുപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെവിന്റെ ഈ ഒരു പക്വത ഇതിനകത്ത് കാണുന്നുണ്ട്.
ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ജിസേലിന് എന്തു പറ്റി? വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ജിസേൽ ആകെ മൊത്തത്തിൽ ഒരു സൈലൻസ് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അനുമോളോടാണെങ്കിലും ജയിലിൽ ഒന്ന് സംസാരിച്ച് അനുമോളോട് സംസാരിക്കാനുള്ള കാരണം ആ പഴയ വൈബിലാണ് ജിസേൽ അനുമോളോട് സംസാരിച്ചത്. പക്ഷെ അവിടുന്ന് അവർ പിരിയുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിയിട്ട് തന്നെയാണ് അവർ പോകുന്നത്. അതിനുശേഷം ജിസേൽ അനുമോൾ തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. ഇനി അങ്ങോട്ടുള്ള ഒരു 4 ദിവസം കൂടി ഇവർ 2 മണിക്കൂർ ഡെയിലി ജയിലിൽ കിടക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി അവരുടെ ഫ്രണ്ട്ഷിപ്പ് തിക്കാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇനി ജിസേല് ഇവരൊക്കെ ഈ നെവിനും കാര്യങ്ങളൊക്കെ അവിടെ പ്രശ്നങ്ങളും സംസാരങ്ങളും ഉണ്ടാകുമ്പോഴും ജിസേല് വളരെ സൈലന്റ് ആയിട്ട് വളരെ കാം ആൻഡ് കൂൾ ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ജിസേലിന്റെ കാര്യത്തിലും ഈ ഒരു അടുത്ത ഒരാഴ്ച എങ്ങനെയായിരിക്കും? ഒരു സ്ട്രോങ് പ്ലെയർ ആണ് ജിസേൽ സൈലന്റ് ആവുകയാണെങ്കിൽ എവിക്റ്റ് ആകാനുള്ള സാധ്യത ഉൾപ്പെടെ കാണുന്നുണ്ട്. കാരണം ജിസേലിന് ഈ ഒരു സീസണിൽ വന്നുണ്ടാക്കിയെടുത്ത ഫാൻസ് മാത്രമാണ് ഉള്ളത്. അല്ലാതെ ബാക്കി എല്ലാവർക്കും ഓൾറെഡി മലയാളികളുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ജിസേലിന് അതില്ല. ജിസേൽ, ആര്യൻ ഇവരൊക്കെ എന്ന് പറയുന്നത് ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ആര്യന് പിന്നെയും കുറച്ച് സപ്പോർട്ട് ഉണ്ട്. ബിക്കോസ് ആര്യൻ ഒരു മലയാളിയായിട്ട് തന്നെയാണ് ഇവിടെ ലൈഫ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ജിസേൽ അതുമല്ല. ജിസേൽ ഒരു തവണ ലാലേട്ടനോട് പറയുകയും ചെയ്തിട്ടുണ്ട്, എനിക്കിവിടെ മലയാളികളായിട്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ല ലാലേട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കണ്ടറിയാം. അപ്പോൾ ഉറപ്പിച്ചോ, ഇനിയുള്ള ഒരാഴ്ച നെവിന്റെ കയ്യിലാണ്. അതുപോലെ കിച്ചൺ ആൻഡ് വെസൽ കമ്പൈൻഡ് ആണ്. അവിടെ ഉണ്ടാകുന്ന അടികൾ, അതിനെക്കുറിച്ചും നമ്മൾ വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം കേട്ടോ. കാരണം ഇതുവരെയുള്ള എല്ലാ അടികളും കിച്ചണിലുണ്ടായ നിസ്സാര അടികളാണെങ്കിലും അതൊക്കെ ആയിരുന്നു ബിഗ് ബോസിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇത്തവണ ഈ ഒരു കിച്ചൺ ടീമിലേക്ക് അനുമോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അനുമോൾക്ക് അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അക്കൂട്ടത്തിൽ വേദലക്ഷ്മിയാണ് കൂട്ടത്തിൽ വന്നതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് അണയാൻ പോകുന്ന തീയാണ്, ആളി കത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയില്ല, നമുക്ക് കണ്ടറിയാം. ഏതായാലും ശരി, നിങ്ങളുടെ സപ്പോർട്ട് ആർക്കൊക്കെയാണെന്നുള്ളത് പറയുക. എന്തായാലും എല്ലാവരും ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ടീമിനെ കുറിച്ച് എല്ലാവരും അവരവരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.